ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. തിരുവല്ലോമല ശ്രീ ബില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് യജ്ഞശാലയിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരുവല്ലോമല ശ്രീ ബില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഭഗവാനും ഭക്തരും ഒന്നാണെന്ന ഉദാത്തമായ ഭാവത്തിലേക്ക് യജ്ഞശാല ഉയരുകയാണ്. ഏപ്രിൽ 18 ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഏപ്രിൽ 25 സമാപിക്കുന്നത്. പ്രശസ്ത യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ എടമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അതിന് ഹേതുവായിട്ട് ആ കഥകൾ തുടങ്ങാൻ കാരണമായിട്ട് പരീക്ഷിത്ത് ഈ നരകവർണ്ണന കേട്ടപ്പോൾ വല്ലാണ്ട് പരിഭ്രമിച്ചു എന്നാണ്. പ്രായശ്ചിത്തല്ലേ ഈ കർമ്മത്തിനൊക്കെ എന്ന് ചോദിച്ചപ്പോൾ പ്രായശ്ചിത്തമൊക്കെ ഉണ്ട്. വേദോക്തങ്ങളായിട്ടുള്ള അനവധി പ്രായശ്ചിത്തങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കണത്, ഈ പ്രായശ്ചിത്തം ചെയ്താലും ദുർവാസന ഉള്ളിലില്ലേ? എന്തെങ്കിലും ഒന്ന് ദുഷ്പ്രവൃത്തി ചെയ്തു വെച്ചാൽ അതിന് പ്രായശ്ചിത്തമായിട്ടൊരു കർമ്മം നിശ്ചയിച്ചു അത് ചെയ്യണം. പക്ഷെ ആദ്യം ദുഷ്പ്രവൃത്തി ചെയ്താൽ അപ്പം ആ ദുഷ്പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണ അല്ലെങ്കിൽ വാസന ഉള്ളിലുണ്ടാവാതിരിക്കണ്ടേ? അപ്പം അതൊക്കെ പിന്നെയും ആനയെ കൊണ്ടുകൊടുന്ന് കുളിപ്പിച്ച് നിർത്തിയാൽ ആദ്യം ആന തുമ്പിക്കൈകൊണ്ട് മണ്ണെടുത്ത് മുളിക്കിടും എന്ന് പറഞ്ഞ പോലെ ആവില്ലേ? പ്രായശ്ചിത്തം ചെയ്ത ആദ്യം തിരിച്ച് ദുഷ്കർമ്മം ചെയ്തുകൊണ്ട് അപ്പം ഈ പ്രായശ്ചിത്തത്തിന് എന്താ ഫലം? ഇതിനൊക്കെ ഈ പ്രായശ്ചിത്തം കൊണ്ടൊരു ഫലമില്ലാന്ന് വരില്ലേ? അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്താ? തനിക്കും ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ ചെയ്ത അനവധി കർമ്മങ്ങൾ അതിനൊക്കെയുള്ള സുഖമായിട്ടും ദുഃഖമായിട്ടും അനുഭവിക്കേണ്ടതൊക്കെ ഗതികേട് തനിക്കുണ്ടാവില്ലേ എന്നുള്ളതാണ് ഉള്ളിൽ പേടി. ആ പേടി മനസ്സിലാക്കി ശുഭബ്രഹ്മർഷി പരീക്ഷത്തിനോട് ആ പേടി പോവാനുള്ളൊരു കഥ പറയുകയാണ്, അജാമിളന്റെ കഥ. തൃശൂർ രാമചന്ദ്ര അയ്യർ സഹാചാര്യനായി യജ്ഞത്തിന് നേതൃത്വം നൽകുന്നു. യജ്ഞത്തിന്റെ 3ാം ദിനമായ ചൊവ്വാഴ്ച ഭരതരഹുഗണ സംവാദം, ഭൂഗോള വർണ്ണന, അജാമിളോപാഖ്യാനം, പ്രഹ്ലാദ ചരിതം തുടങ്ങിയ പ്രധാന പാരായണ ഭാഗങ്ങൾ നടന്നു. ഭക്തരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രുക്മിണി സ്വയംവര ചടങ്ങുകൾ ഏപ്രിൽ 23 വ്യാഴാഴ്ച നടക്കും. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.